നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്കൊപ്പവും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പവും എപ്പോഴും താൻ ഉണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി PN വൈശാഖ്. പ്രവർത്തകർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച അദ്ദേഹം വടക്കാഞ്ചേരിയെ UDFന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് വ്യക്തമാക്കി. മണ്ഡലത്തിലുണ്ടായ അടിയൊഴുക്കുകളെക്കുറിച്ച് വിശദമായ വിശകലനം നടത്തുമെന്നും വരുംകാല പ്രവർത്തനങ്ങൾ കാത്തിരുന്നു കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരിയിൽ UDF മുൻ കൗൺസിലർ ജോയൽ മഞ്ഞിലിയെയും സുഹൃത്തിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഭവത്തിൽ 6 CPIM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാർലിക്കാട് കനാൽ പാലത്തിന് സമീപം വെച്ച് ബൈക്കിൽ പോവുകയായിരുന്ന ജോയലിനെ പ്രതികൾ ആക്രമിക്കുകയും താഴെയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. അക്രമത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻവൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ്. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടെ 3ാം തവണയും ആന ഇടഞ്ഞത് ഭീതി പരത്തി. പുലർച്ചെ 1 മണിയോടെ ദേവസ്വം പറമ്പിൽ തളച്ചിരുന്ന മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങ് മറിച്ചിട്ട ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തളച്ചത്. നേരത്തെ വാഴ്വാടി കാശിനാഥൻ എന്ന ആന ഇടഞ്ഞ് പാപ്പാൻ കൊല്ലപ്പെട്ടതിനും ഗുരുവായൂർ ദേവദാസൻ ഇടഞ്ഞതിനും പിന്നാലെയാണ് വീണ്ടും സമാന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. കിള്ളിമംഗലം മുതുവടിയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ആനകളെ പീച്ചി റിസർവിലേക്ക് തന്നെ തുരത്തണമെന്നും കുതിരാൻ തുരങ്കത്തിന് മുകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു. കാട്ടാനകൾ കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച പാർട്ടി നേതാക്കൾ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് കൂട്ടിച്ചേർത്തു.